വെറും 3 ആക്സസറി വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. നമുക്കിതിന് വേണ്ടി വെറും 3 ആക്സസറിയാണ് ആവശ്യം. വളരെ സിമ്പിളാണ്, ഈസിയാണ്. എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കിയാലോ. സ്റ്റോൺ ചെയിൻ വേണം, നമ്മുടെ ഫ്രെയിം വേണം, പിന്നെ പാച്ചസ്. നമ്മുടെ ബട്ടർഫ്ലൈയുടെ ഇത് കണ്ടല്ലോ, ഇത് വെറും 2 രൂപയൊക്കെ ഉള്ളൂ കേട്ടോ. നമ്മൾ ഒത്തിരി മേടിച്ച് കഴിഞ്ഞാൽ ലാഭത്തിന് കിട്ടും, അല്ലാതെ മേടിച്ച് കഴിഞ്ഞാൽ 2 രൂപയൊക്കെയാണ്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന എൻഡ് ടേപ്പ്, അത് നിങ്ങൾക്ക് സാറ്റിൻ റിബൺ ഉണ്ടെങ്കിൽ അതായാലും മതി. അപ്പോൾ ഞാൻ ആദ്യം എൻഡ് ടേപ്പ് കവർ ചെയ്തിട്ട് ചെയ്യുവാണ്. വളരെ സിമ്പിളായിട്ട്, കാരണം ഒരു 5 മിനിറ്റ്സ് വേണ്ട. നമ്മൾ ഈ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഈ ഒരു 6 മിനിറ്റ്സ് ഒക്കെ വരുന്നത്. ഒരു 5 മിനിറ്റ്സ് കൊണ്ട് നിസ്സാരമായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന വളരെ ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള, ഇത് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന, ഒരു ഗേൾസിനൊക്കെ സ്റ്റൈലിഷ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ ബാൻഡാണ് കേട്ടോ. അപ്പോൾ ഇതിന് ഞാൻ എന്താ പറയുക, നമ്മൾ ചെയ്യുമ്പോൾ 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഈ 2 കാര്യങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല. ഇത് 2 സൈഡിൽ ഞാൻ ഒരു നീറ്റ്നെസ്സിന് വേണ്ടി നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ എപ്പോഴും വളരെ നീറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് എൻഡ് ടേപ്പ് കൊടുക്കുക. എൻഡ് ടേപ്പ് കൊടുക്കുന്നത് പ്രത്യേകിച്ച് ഷാർപ്പാണ് അതിൻ്റെ എഡ്ജ്, അതുകൊണ്ട്. അതിനുശേഷം നമ്മുടെ സ്റ്റോൺ ചെയിൻ 2 ലെയറാണ്. വീതി ഉള്ളതാണെങ്കിൽ ഒറ്റ ലെയർ മതിയാവും. പക്ഷേ ഇത് ഞാൻ വീതി കുറഞ്ഞതായതുകൊണ്ട് 2 ലെയറാണ് എടുത്തിരിക്കുന്നത്. ഗോൾഡൻ കളറാണ് എടുത്തിരിക്കുന്നത്. ഞാനൊരു ബ്ലാക്ക് ഗോൾഡ്, ആ ഒരു കോമ്പിനേഷൻ ആയതുകൊണ്ടാണ് ഗോൾഡ് എടുത്തത്. അല്ല എങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഇതിന് പകരം ബ്ലാക്കും ഗോൾഡൻ ബീഡ്സും കോർത്ത് എന്ത് ചെയ്യാം, സൈഡിൽ കൊടുക്കാം. അതിനുശേഷം ഗോൾഡൻ സ്റ്റോൺ ചെയിൻ എടുക്കുക, ഗ്ലൂ അപ്ലൈ ചെയ്യുക. ഗ്ലൂ നമ്മൾ ഒരു സൈഡിൽ തന്നെ അപ്ലൈ ചെയ്യുക. പക്ഷേ അതിന് മുന്നേ നമുക്കൊരു ഇത് ഇയറിൻ്റെ താഴേക്ക് ഈ ഒരു ഹാങ്ങിങ് കിടക്കണം. അപ്പോൾ അത്രയും ഒരു ലെങ്തിൽ നമ്മൾ ആദ്യം എടുക്കണം കേട്ടോ. നമ്മൾ സ്റ്റോൺ ചെയിൻ എടുക്കുമ്പോൾ അത്രയും ഒരു ലെങ്തിൽ നമ്മൾ സ്റ്റോൺ ചെയിൻ എടുത്തതിന് ശേഷം നമ്മുടെ ഇയറിൻ്റെ മേളിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, അത് പേസ്റ്റ് ചെയ്യാവൂ. തീരെ താഴേന്ന് പേസ്റ്റ് ചെയ്യല്, കുറച്ചുകൂടെ മേളിൽ വെച്ചിട്ട് പേസ്റ്റ് ചെയ്യുക ഈ ഒരു ഭാഗത്തേക്ക്. അതായത് ഇയറിൻ്റെ മേളിൽ നിന്ന് നമ്മുടെ ചെവിയുടെ പുറത്തേക്ക് ഇങ്ങനെ കിടക്കണം കുട്ടികളുടെ, അല്ലെങ്കിൽ മുതിർന്നവർക്കും അങ്ങനെ ഒരു സ്റ്റൈലിഷ് ആയിട്ട് ചെയ്യണം. അപ്പോൾ കുറച്ച് ഇയറിൻ്റെ മേളിൽ കിടക്കത്തക്ക രീതിയിൽ നിങ്ങൾ ഒട്ടിക്കണം. നമ്മുടെ ഫ്രെയിമിൻ്റെ താഴേക്ക് പോകരുത് തീരെ. ഇനി ഇത് നമ്മുടെ ഒരു പകുതിയിൽ ഒരു 1/4 ഭാഗം നമ്മൾ ഒട്ടിക്കുക. 1/4 പോർഷൻ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക. ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ചെറുതായതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് വരാൻ ചാൻസ് ഉണ്ട്. ആ ഗ്യാപ്പൊന്നും വരാത്ത രീതിയിൽ നല്ല നീറ്റായിട്ട് തന്നെ അത് പേസ്റ്റ് ചെയ്യുക. നമുക്ക് എത്ര വരെ വേണം എന്നുള്ളത് നമ്മളൊന്ന് മെഷർ ചെയ്തിട്ട് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അതുവരെ അത്യാവശ്യം ഗ്ലൂ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. കാരണം സ്റ്റോൺ ചെയിൻ പിന്നെ ഇളകി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നന്നായിട്ട് 2 ലെയർ നല്ല രീതിയിൽ ഒരുമിച്ച് വെച്ച് അത് പേസ്റ്റ് ചെയ്യുക. കണ്ടല്ലോ. ഇനി ഞാൻ പറഞ്ഞില്ലേ, പകുതി നമുക്ക് ഒരു സൈഡിൽ ബട്ടർഫ്ലൈ വരുന്നുണ്ട്. ബട്ടർഫ്ലൈ ആണ് അതിലൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഒന്നുമില്ല, വേറെ ഒന്നുമില്ല. സ്റ്റോൺ ചെയിൻ കൊടുക്കുക, പിന്നെ ആ സൈഡിൽ ഒരു 3 ബട്ടർഫ്ലൈ. ആ 3 ബട്ടർഫ്ലൈ കൊടുക്കേണ്ട ഒരു സ്ഥാനം നമ്മൾ കറക്റ്റ് ഒന്ന് കണ്ടുപിടിച്ച് വയ്ക്കുക. എന്നിട്ട് അതുവരെ ഒട്ടിക്കുക. അതിനുശേഷം കട്ട് ചെയ്ത് മാറ്റി. ഇനി നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് അവിടേക്ക് ഈ 3 ബട്ടർഫ്ലൈ അടുത്തടുത്ത് ഞാൻ പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. വളരെ നിസ്സാര റേറ്റാണ് കേട്ടോ നമുക്കിത് ചെയ്തെടുക്കാനായിട്ട്. സ്റ്റോൺ ചെയിൻ നമുക്ക് 1 മീറ്ററിന് ഒരു 25-30 കൂടിപ്പോയി കഴിഞ്ഞാൽ. ഈ ഒരു ബട്ടർഫ്ലൈ 2 റുപ്പീസാണ്. അപ്പോൾ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യുക. പിന്നെ നമ്മളെ ഫ്രെയിം ഞാൻ ചെയ്യുന്നത്, അപ്പോൾ നിങ്ങൾക്കറിയാം ഇത് എത്രയാവുമെന്ന്. അപ്പോൾ അത്രയ്ക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. കണ്ടല്ലോ. ഇനി ഈ ബട്ടർഫ്ലൈയുടെ ഇടയിൽ ചെറിയൊരു ഗ്യാപ്പുണ്ട്. അവസാനം നമ്മളവിടെ സ്റ്റോൺ കൊടുക്കും കേട്ടോ. ഇനി ബാക്കി എന്ത് ചെയ്യുക, ബാക്കി സെയിം അപ്പുറത്തെ സൈഡിൽ നമ്മൾ ഏതുവരെയാണോ നമ്മൾ ഒട്ടിച്ചിരിക്കുന്നത് അതുവരെ മാത്രം ചെയ്താൽ മതി. കാരണം ഞാൻ പറഞ്ഞത് ഇയറിൻ്റെ മേളിൽ നിൽക്കണമെന്ന്. എന്നാലും ഇതിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ഒരു ഹാങ്ങിങ് ആയിട്ട് കിടക്കുകയുള്ളൂ. അതുവരെ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് അപ്പുറത്തെ സൈഡിൽ എത്ര ലെങ്താണോ ഒരു സൈഡിൽ കൊടുത്താൽ അത്രയും ലെങ്ത് ഇപ്പുറത്തെ സൈഡിൽ കൊടുക്കണം. എന്നിട്ട് ആ ഒരു ലെങ്ത് കറക്റ്റ് നോക്കിയതിന് ശേഷം കട്ട് ചെയ്ത് മാറ്റുക. അതെപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. 2 സൈഡിലും ഹാങ്ങിങ് ഒക്കെ കൊടുക്കുമ്പോൾ രണ്ടും ഒരുപോലെ കണ്ടല്ലോ. അപ്പോൾ ഈ ഒരു ഹാങ്ങിങ്ങിൻ്റെ ലെങ്ത് അതൊന്ന് കറക്റ്റ് മെഷർ ചെയ്യുക, കട്ട് ചെയ്ത് മാറ്റുക. കട്ട് ചെയ്ത ശേഷം എന്ത് ചെയ്യുക, കട്ട് ചെയ്ത് മാറ്റുക. ഇനി അതിന് ശേഷം ഒന്നുകൂടെ നോക്കണം കേട്ടോ, അത് കറക്റ്റാണോ എന്ന്. കണ്ടല്ലോ. ഇപ്പം തന്നെ ഒരു പ്രത്യേക ഭംഗിയായില്ലേ. ഞാൻ സ്റ്റോൺ എടുത്ത് അതിൻ്റെ ഇടയിൽ ഞാൻ ഗ്ലൂ ഇപ്പം പ്രത്യേകിച്ച് അപ്ലൈ ചെയ്തില്ല. കാരണം നന്നായിട്ട് ഇവിടെ ഗ്ലൂ അപ്ലൈ ചെയ്തത് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഗ്ലൂ അപ്ലൈ ചെയ്തില്ല. അവിടെ ഓൾറെഡി ഞാൻ നേരത്തെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു, അതവിടെ ഉണ്ട്. അതുകൊണ്ട് അവിടെ സ്റ്റോൺ വെച്ച് കൊടുത്തു. കുഞ്ഞു സ്റ്റോണില്ലേ, ക്ലിപ്പ് സ്റ്റോൺ നിങ്ങൾക്ക് എന്ത് വേണം, അവിടെ ഒരു ഗോൾഡൻ ബീഡ്സ് കൊടുത്താലും മതിയാവും. എന്താണുള്ളത്, അല്ലെങ്കിൽ വൈറ്റ് വേണ്ട, കാരണം ചിലപ്പോൾ അത് ഒരു കോമ്പിനേഷൻ വരില്ല. അതുകൊണ്ട് ഒരു ചെറിയ സ്റ്റോൺ കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ഗോൾഡൻ ചെറിയൊരു ബീഡ്സ് നമ്മളവിടെ ഇട്ട് കൊടുക്കുക. ഗ്ലൂ അവിടെ കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഗ്ലൂ കൊടുത്തിട്ടേ ചെയ്യാവൂ കേട്ടോ.
കണ്ടോ, ഞാൻ ഒരു സൈഡിൽ വന്നപ്പോൾ എനിക്ക് ഗ്ലൂ കുറവെന്ന് തോന്നി, ഞാൻ അവിടെ ഗ്ലൂ കൊടുത്തിട്ടാണ് ആ സ്റ്റോണും കൂടെ വയ്ക്കുമ്പോൾ അതിൻ്റെ ഒരു കുറച്ചുകൂടെ അതങ്ങ് എടുത്ത് നിൽക്കും. അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ വളരെ സിമ്പിളാണ്. ശരിക്കും പറഞ്ഞാൽ ആ 3 ബട്ടർഫ്ലൈ ആണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് ആയിട്ട് എടുത്തിരിക്കുന്നത്. ഇനി ലാസ്റ്റ് ഹാങ്ങിങ്സിൽ കുറച്ച് വലിയ ബീഡ്സ് ആണ് കേട്ടോ, തീരെ ചെറുതല്ല. ഒരു വലുതും ഒരു ചെറുതും കൊടുക്കാം. ഞാനിതിവിടെ രണ്ടും വലുതാണ് കൊടുത്തത്, ഒരേ സൈസാണ്. നമുക്ക് രണ്ടും കൊടുക്കാം, 2 സൈസ് വേണമെങ്കിലും കൊടുക്കാം. ഒരു വലുതും ഒരു ചെറുതും വേണമെങ്കിലും കൊടുക്കാം. ഞാനിപ്പോൾ രണ്ടും ഒരേ സൈസിലുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. കുറച്ച് വെയിറ്റുള്ള ബീഡാണ് കേട്ടോ. ശരിക്കും ബീഡെല്ലാം നല്ലൊരു പേളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 2 പേൾസ്, ഒരു വൈറ്റ് അല്ല, ഒരു ക്രീം ഷെയ്ഡാണ്. അതിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒന്ന് ജസ്റ്റ് സ്റ്റോൺ ചെയിൻ ഇങ്ങനെ പ്രസ് ചെയ്ത് വെച്ചാൽ മതി. ഒരു 2 സെക്കൻഡ് ആകുമ്പോൾ തന്നെ അതിലങ്ങ് ഫിക്സ് ആയിരുന്നോളും. പിന്നെ ഒന്ന് ഡ്രൈ ആവാനായിട്ട് അവിടെ അങ്ങ് വെച്ചാൽ മതി. അപ്പോൾ അതങ്ങ് ഡ്രൈ ആയി കിട്ടിക്കോളും. നിങ്ങൾക്കറിയാം ഇത് എത്ര സമയം കൊണ്ടാണ് ചെയ്തതെന്ന്. വളരെ സിമ്പിളായിട്ട് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്തതാണ് കേട്ടോ. ഇത് നമുക്ക് ഇതേ കാര്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അലിഗേറ്റർ ക്ലിപ്പ് ചെയ്യാം, സെൻറ്റർ ക്ലിപ്പൊക്കെ ചെയ്തെടുക്കാം. ഓക്കെ, അത് എന്താ പറയുക, ഒരു പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവർ എല്ലാവർക്കും ബൈ.